ഈ നല്ല രാത്രിയിൽ സന്ധ്യാവേളയിൽ കർത്താവിൻ്റെ വചനവുമായി അവൻ്റെ മുൻപിൽ നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ അവസാനം ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ച് പറഞ്ഞ് വെച്ചത് പുതിയ യെരൂശലേമിന്റെ വലിപ്പം, അതിൻ്റെ അളവ്, ഈ കാര്യാദികളെ സംബന്ധിച്ചാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് 21-ാം അധ്യായത്തിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ച് ആരംഭിക്കുന്നത്. 12 അടിസ്ഥാനങ്ങൾ, ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ഞാന് ആ ഭാഗം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പ് കല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്ത് കൊണ്ടുള്ളതും. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. നമ്മളിത് ജസ്റ്റ് ഒന്ന് വായിച്ചു, പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. നമ്മളത് പിന്നാലെ ചിന്തിക്കാം എന്ന് കരുതി. ഇവിടെ 12 അടിസ്ഥാനങ്ങൾ. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ധരിച്ചിരുന്ന ഒരു ഏഫോദ് ഉണ്ട്. ഏഫോദ് എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ മാർപ്പതകത്തിൽ ധരിക്കുന്ന ഒരു സഞ്ചിയാണ്. ആ ഏഫോദിൽ 4 നിരകളിലായി 12 രത്നക്കല്ലുകൾ പതിച്ചിരുന്നു. മഹാപുരോഹിതന്റെ ഔദ്യോഗിക വസ്ത്രത്തിൽ ഉള്ള ഏഫോദിൽ 4 നിരകളിലായി 12 രത്നക്കല്ലുകൾ പതിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ രത്നങ്ങളും ഓരോ ഗോത്രങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ ഗോത്രങ്ങളും ഓരോ രത്നങ്ങളാണ്. ഇസ്രായേൽ ഗോത്രങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നതിനായി ഇങ്ങനെ കൊത്തിയിരുന്നു. ആരാധനയിൽ ഓർക്കാൻ, ആരാധനയിൽ വഹിക്കാനായിട്ട് ഇങ്ങനെയുള്ള അത് അവരുടെ ആരാധന ഏഫോദിൽ അവർ വെച്ചിരുന്നു. ആ രത്നങ്ങളുടെ പേരുകൾ ഇവിടെയും, അഥവാ നവയെരുശലേമിന്റെ രത്നങ്ങളുടെ പേരുകളിലും ആ പേരുകൾക്ക് വ്യത്യാസങ്ങളില്ല. നഗരമതിലിന്റെ 12 അടിസ്ഥാനങ്ങൾ, 12 രത്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രത്നത്തിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതിലും വലുതാണ്. നിങ്ങൾ ഈ മാർബിൾ കോറി കണ്ടിട്ടുണ്ടാവും. മാർബിൾ കോറി കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാനിൽ, നമ്മുടെ ബാനസ്വാഡ, നമ്മുടെ മിഷൻ ഫീൽഡിൽ ചെന്നാൽ അവിടെ ധാരാളം ഈ മാർബിൾ കോറികളുണ്ട്. അത് നമ്മളുടെ ഇവിടുത്തെ പാറമട പോലെ തന്നെ വലിയ അളവിൽ അത് വെട്ടിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെ രത്നം, വിവിധ തരത്തിലുള്ള വിലയേറിയ രത്നങ്ങൾ, ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അടിസ്ഥാന കല്ലുകളിൽ 12 അപ്പോസ്തലന്മാരുടെയും പേരുകൾ കൊത്തിയിരുന്നു. നഗരമതിലിന്റെ 12 അടിസ്ഥാനങ്ങൾ 12 രത്നങ്ങൾ ആണ്. നഗരമതിലിന്റെ 12 അടിസ്ഥാനങ്ങൾ 12 രത്നങ്ങളാണ്. ഒരു രത്നത്തിന്റെ വലിപ്പം നമ്മൾ അത് വെച്ച് ചിന്തിക്കുമ്പോൾ എത്രയോ വാചാമഗോചരമാണ്.
ഈ അടിസ്ഥാന കല്ലുകളിന്മേൽ 12 അപ്പോസ്തലന്മാരുടെയും പേരുകൾ കൊത്തിയിരുന്നു. നമ്മൾ ഇതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും ഉണ്ട്. 21-ന്റെ 14-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ കാണാം. 12-ാം വാക്യത്തിൽ ഗോപുരങ്ങളുടെ പേര് ഗോപുരത്തിൽ കൊത്തിയിരുന്നു എന്നവിടെ കാണാം. അതിന് പൊക്കമുള്ള വന്മതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് അതിൽ കൊത്തിയിരുന്നു. ഓരോ ഗോപുരവും ഓരോ മുത്തായിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ മുത്തെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഇമാജിനേഷൻ വരുന്നത് അതിന്റെ വലിപ്പം വളരെ ചെറുതായിരിക്കും. നമ്മുടെ കഴുത്തിൽ ധരിക്കാൻ കിട്ടുന്ന മുത്തുമാലയുടെ വലിപ്പം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഓരോ മുത്തായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തിന്റെ വലിപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരുടെ പേരുകൾ കുത്തിയ 12 അടിസ്ഥാനങ്ങൾ 12 രത്നങ്ങളാണ്. 12 രത്നങ്ങളുടെ ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് തരാം. 12 രത്നങ്ങൾ. ഒന്ന്, സൂര്യകാന്തം. വെള്ള നിറമാണിതിന്. വിശ്വാസികളുടെ നിർമ്മല സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. നീലരത്നം, വജ്രം പോലെ കടുപ്പമുള്ളത്. നീല നിറം സ്വർഗീയമായവയെ ചിത്രീകരിക്കുന്നു. 3, മാണിക്യം. മയിലിന്റെ പീലിയിൽ കാണുന്ന പച്ച നിറം. മാണിക്യത്തിന്റെ പ്രത്യേകത ഇരുട്ടിലും ശോഭിക്കും. ഇരുട്ടിലും അതിന് വെളിച്ചമുണ്ടായിരിക്കും. പച്ച നിറം സമൃദ്ധിയായ ജീവനെ കാണിക്കുന്നു. 4, മരതകം. കടും പച്ച നിറം. വെളിപ്പാട് 4:3 സിംഹാസനത്തിന്റെ ചുറ്റും മരതകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല് കാണുന്നുണ്ട്. ഇത് കടും പച്ച നിറമാണ്. പ്രളയശേഷം ദൈവം ആകാശത്ത് കാണുമാറാക്കിയ മഴവില്ല് അവൻ നോഹയോട് ചെയ്ത നിയമത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. നഖവർണി. 5, നഖവർണി. വെളുപ്പും ചുവപ്പും കലർന്ന നിറമാണ് ഇതിന്. നമ്മൾ ഉത്തമഗീതത്തില് വായിക്കുന്നുണ്ടല്ലോ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും നിറഞ്ഞവനാകുന്നു എന്നൊരു പ്രയോഗം നമ്മൾ ഉത്തമഗീതത്തിൽ ശൂന്യങ്കാരത്തിൽ പറയുന്നുണ്ട്. 5-ന്റെ 10-ാമത്തെ വാക്യത്തില് ഈ 2 നിറങ്ങളെയും ആത്മീക അനുഭവങ്ങളോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമുക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഉദാത്തമായ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നതായി ഇത് സദൃശീകരിക്കുന്നു. യഹൂദയെ പറ്റി അതിനോട് ഉപോത്ബലകമായി പറയുന്നുണ്ട്. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു എന്നൊരു പ്രയോഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49:12 വായിക്കുന്നുണ്ട്. യഹൂദയെ കുറിച്ച് പറയുന്നതാണ്. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു. അതിന്റെ ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇത് സഭയുടെ അനുഭവമാണ്.
പരിശുദ്ധാത്മാവാണ് സഭയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നത്. ദൈവജനമാകുന്ന മാറ്റമില്ലാത്ത പാൽ അല്ലെങ്കിൽ മായമില്ലാത്ത പാൽ കുടിച്ചാണ് ആത്മീക പക്വത പ്രാപിക്കുന്നത്. അപ്പൊ നഖവർണ്ണ എന്ത് കാണിക്കുന്നു? ചുവപ്പ് കലർന്ന, വെളുപ്പും ചുവപ്പും കലർന്ന ഒരു നിറമാണ് നഖവർണ്ണയ്ക്കുള്ളത്. അത് യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ആ നീതീകരണവും വിശുദ്ധീകരണത്തെയും അത് കാണിക്കുന്നു. അഥവാ നമ്മുടെ രക്ഷയും നമ്മുടെ വിശുദ്ധിയോടും രക്ഷയോടും അത് സദൃശീകരിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ചുവപ്പ് കല്ല്, ആറാമത്തേത് ചുവപ്പ് കല്ല്, അതിന് രക്തനിറമാണ്. പുതിയ യെരുശലേമിൽ പാർക്കുന്നവർ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് ഇത് കാണിക്കുന്നു. പുതിയ യെരുശലേമിൽ പാർക്കുന്നവർ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് ഇത് വെളിപ്പെടുത്തും. 7 പീതരത്നം. ഇതിന് സ്വർണ്ണ നിറമാണുള്ളത്. വിശ്വാസത്തെ തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനോട് ഉപമിച്ചിട്ടുണ്ട്. നമ്മൾ 1 പത്രോസ് 1:7 ഇത് വായിക്കുന്നു. ചുരുക്കത്തിൽ പരിശോധനയിലൂടെ തിളക്കം പ്രാപിച്ച വിശുദ്ധന്മാരാണ് പുതിയ നിയമത്തിലുള്ളത്. പരിശോധനയിലൂടെ പുതുക്കം പ്രാപിച്ച വിശുദ്ധന്മാരാണ് പുതിയ യെരുശലേമിലുള്ളത് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 8 ഗോമേതകം. ആഴമുള്ള സമുദ്രത്തിന്റെ നിറം. തിരുവചനത്തിൽ കഷ്ടതയെ സമുദ്രത്തോട് ഉപമിച്ചിട്ടുണ്ട്. സെഖര്യാവ് 10:11. സെഖര്യാവ് 10:11. 9 പുഷ്യരാഗം. പച്ച കലർന്ന സ്വർണ്ണ നിറം. ഇയ്യോബ് 28:19 ജ്ഞാനത്തെയും വിവേകത്തെയും പുഷ്യരാഗത്തോട് ഉപമിച്ചിട്ടുണ്ട്. 10 വൈഡൂര്യം. വെള്ളക്കല്ലിൽ സ്വർണ്ണ പൊട്ടുകളുള്ള രത്നം. വെള്ളക്കല്ലിൽ സ്വർണ്ണ പൊട്ടുകളുള്ള രത്നം. വെള്ളക്കല്ല് ജീവിത നൈർമല്യത്തെയാണ് കാണിക്കുന്നത്. സ്വർണ്ണ പൊട്ടുകൾ കാണിക്കുന്നത് പരിശോധനയിലൂടെ കൈവരിച്ച ദിവ്യ ഗുണങ്ങളെയാണ്. 11 പത്മരാഗം. നീല കലർന്ന ധൂമ്രവർണം. നീലനിറം സ്വർഗത്തിന്റെ പ്രതീകമായിരിക്കുമ്പോൾ ധൂമ്രവർണം രാജകീയ നിറമാണ്. ദൈവമക്കൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് എന്നതാണ് ഇതിന്റെ ആത്മീയ അർത്ഥം. 1 പത്രോസ് 2:9. സുഗന്ധിരത്നം 12. കടും വയലറ്റ് നിറമാണിത്. സുബോധത്തിന്റെ പ്രതീകമാണ് ഇത്.
ദൈവമക്കൾ സുബോധത്തോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നവരാണ്. തീത്തോസ് 2:13. ദൈവമക്കൾ വിവേകത്തോടും സുബോധത്തോടും കൂടി ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് തീത്തോസ് 2:13 കാണാം. ഒരുപക്ഷെ രത്നങ്ങളുടെ നിറത്തെ പറ്റി വൈവിധ്യമായ പഠിപ്പിക്കലുകൾ കണ്ടേക്കാം. പക്ഷെ ഈ രത്നങ്ങളെ കുറിച്ചുള്ള ആത്മീക അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതിന് വ്യത്യാസമുണ്ടാകില്ല. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ നിറങ്ങളെ സംബന്ധിച്ച് ചിലപ്പോ അല്പാൽപമായ വ്യത്യാസങ്ങൾ മറ്റു ചില വ്യാഖ്യാനങ്ങളിലോ മറ്റുള്ളവരുടെ പഠിപ്പിക്കലിലോ ഒക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഈ ഓരോ രത്നക്കല്ലുകളും വിഭാവന ചെയ്യുന്ന ആത്മീയ അർത്ഥം എന്താണ് എന്നുള്ള കാര്യത്തിന് മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോ 12 രത്നങ്ങൾ, നമ്മൾ 12 രത്നം വാങ്ങിച്ചില്ലെങ്കിലും 12 രത്നത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതിനേക്കാളും വളരെ വിലയേറിയതാണ് കമ്പോളത്തിൽ ഇതിന്റെ വില നിലവാരം. അപ്പോ നമ്മൾ ഊഹിച്ചാൽ മതി, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന നവ യെരുശലേമിൽ ഇതുപോലുള്ള 12 രത്നങ്ങൾക്ക് തുല്യമായ ജീവിതം നയിച്ച വിശ്വാസികളാലാണ് അത് അലങ്കൃതമായിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ 12 രത്നങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ 12 മൂല്യങ്ങളാണ്, മഹത്വങ്ങളാണ്, 12 പ്രഭയാണ്. നവ യെരുശലേമിന്റെ പ്രഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ജീവിത മൂല്യങ്ങളുടെ തേജസ്സാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ഓരോ ഗോപുരവും ഓരോ മുത്ത്. 21:21 വാക്യം നോക്കാം. ഓരോ ഗോപുരവും ഓരോ മുത്ത്, വീതി തങ്കം. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലേ? നമ്മുടെ ഈ മണ്ടൻ ബുദ്ധികൾക്കകത്ത് ഇതൊന്ന് വരച്ചു വെക്കാൻ പോലുമുള്ള പ്രാപ്തി നമുക്കില്ല. യോഹന്നാൻ കണ്ടതിനെ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നതാണ് ഇത്. നമ്മുടെ കർത്താവ് നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയാണ്. വിലയേറിയ മുത്തായ സഭയെ അവൻ കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് വാങ്ങിയതായ ഒരു ഉപമ നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 45-46 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 13-ാം അധ്യായത്തിന്റെ 45-46. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ധാരാളം ഉപമകൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 8 ഉപമകൾ 13-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. എന്തിനെ സംബന്ധിക്കുന്നതാണ്? സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്നതാണ് 8 ഉപമകളും. ഇവയിൽ ആദ്യത്തെ 4 പൊതുജനത്തോട് പറഞ്ഞതാണ്. മനുഷ്യദൃഷ്ടിയിൽ സ്വർഗരാജ്യത്തിന്റെ നിലപാട് എങ്ങനെയാണ് എന്ന് ആ ഉപമകളിലൂടെ സാധാരണക്കാരെ കർത്താവ്
മനസ്സിലാക്കി കൊടുക്കുകയാണ്. അടുത്ത 4 ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ദൈവദൃഷ്ടിയിൽ രാജ്യത്തിന്റെ നിലപാട് എന്താണ് എന്ന് വിശദമാക്കുകയാണ്. 4 ഉപമകൾ 2 കാഴ്ചപ്പാടുകളെ പ്രകടമാക്കുന്നു. ആദ്യത്തെ 4 ഉപമ മനുഷ്യദൃഷ്ടിയിൽ എങ്ങനെയാണ് സ്വർഗരാജ്യം, അടുത്ത 4 ഉപമ ദൈവദൃഷ്ടിയിൽ എങ്ങനെയാണ് ദൈവരാജ്യം. ഇത് വെളിപ്പെടുത്താനുള്ളതായിരുന്നു ഇത്. ഈ 8-ാം അധ്യായത്തിന്റെ ഉപമയ്ക്ക് മുമ്പേ തന്നെ 10 ഉപമകൾ കർത്താവ് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിട്ടാണ് ഈ 13-ാം അധ്യായത്തിൽ 8 ഉപമകളെ കുറിച്ച് വർണ്ണിക്കുന്നത്. ഇവിടെ പറയുന്ന സ്വർഗരാജ്യം, നമ്മൾ ഈ ക്ലാസ് സഭ എന്നുള്ള വിഷയത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചും വിശ്വസിച്ചും പോവുക. ദൈവരാജ്യം, സ്വർഗരാജ്യം, സഭ, അതിലൊന്നാണ് ഈ സ്വർഗരാജ്യം. ദൈവരാജ്യത്തിനകത്തുള്ള 2 അവാന്തര വിഭാഗങ്ങളാണ് സ്വർഗരാജ്യവും സഭയും. ഇവിടെ പറഞ്ഞത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമാണ്. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. 45-ലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ സ്വർഗരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ദൈവമക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വർഗരാജ്യ സ്ഥാപനത്തിനാണ് കർത്താവ് വന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? സാധാരണ പിറന്ന് അഥവാ ജനിച്ച് വളർന്ന് രാജാവാകുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. മറിച്ച് ജനിച്ചതേ രാജാവായിട്ടാണ്. യേശു കർത്താവ് ജനിച്ചതേ രാജാവായിട്ടാണ്. അവന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ടാണ് ഭൂമിയിൽ അവൻ വന്നത്. ഇസ്രായേൽ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിന്റെയും ശുശ്രൂഷകൾ പരാജയപ്പെട്ട സ്ഥാനത്ത് ആ ശുശ്രൂഷകൾക്ക് ജയം നൽകാൻ, ഭരണ സംവിധാനത്തെ മാറ്റാൻ കർത്താവ് ഭൂമിയിൽ വന്നു. പക്ഷേ ആരാണ് പ്രജകൾ? യഹൂദന്മാരായിരിക്കേണ്ടതാണ്. അവരെന്ത് ചെയ്തു? അവർ രാജാവിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്തിന് സദൃശ്യമാണ്? വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമാണ്. ആ സ്വർഗരാജ്യം കണ്ടിട്ട് അത് മറച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ലോകത്തെ വിലയ്ക്ക് വാങ്ങി. അതാണ് അടുത്ത ഭാഗത്ത് പറയുന്ന മുത്തന്വേഷിക്കുന്ന വ്യാപാരി സ്വർഗരാജ്യം.
എന്നാൽ അന്വേഷിക്കുന്ന മുത്തോ സഭ. നമ്മൾ സ്വർഗരാജ്യത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും തരംതിരിച്ച് പഠിക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 25-ൽ ഒരു ദാസനെ കർത്താവ് വിളിക്കുന്ന ഇങ്ങനെയാണ്: ദുഷ്ടദാസൻ. വ്യാപാരം ചെയ്യാനും വർദ്ധിപ്പിക്കാനും തന്ന നിധി വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാത്തവനാണ് ദുഷ്ടദാസൻ. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള സകല കൃപകളും താലന്തുകളും വിനിമയം ചെയ്ത് നമുക്ക് വാങ്ങി തന്നിട്ടുള്ള, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള കർത്താവിന്റെ ശരീരം എന്ന സഭയിൽ ആ സഭയുടെ പുഷ്ടി വർദ്ധിപ്പിക്കാൻ നമ്മൾ നമ്മാലാവോളം അധ്വാനിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും ആകുന്നു. പുതിയ യെരൂശലേമിന് ചുറ്റുമുള്ള 144 മുഴം ഉയരമുള്ള മതിലിന്റെ മുകളിലുള്ള 12 ഗോപുരങ്ങൾ മതിലിന്റെ മുകളിലാണ്. ഓരോ മുത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. നവയെരൂശലേമിന്റെ മതിലിന്റെ പുറത്തുള്ള ഓരോ ഗോത്രങ്ങളും മുത്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഒരു മുത്ത് എത്രയോ വലുതായിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുത്തായ മണവാട്ടി, അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച മണവാട്ടിയായ നമ്മൾ പാർക്കുന്ന സ്വർഗീയ യെരൂശലേമിന്റെ ചുറ്റുമതിൽ എത്ര ഗംഭീരമാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രൈസ് ദ ലോർഡ്. നമ്മളുടെ സ്ഥാനം എവിടെയാന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. നമ്മൾ പറയാൻ പോവാ. അവിടുത്തെ രാജ വീതി അഥവാ നഗരവീതി എന്ന് പറയുന്നത് സ്വച്ഛ സ്ഫടികത്തിനൊത്തതാണ്, സ്ഫടിക നിറമുള്ളതാണ്. നിങ്ങൾ താജ്മഹൽ പോയിട്ടുണ്ടാകുമല്ലോ. അതിലെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ മാർബിളുടെയും ഡിസൈനുകൾ തമ്മിൽ സസൂക്ഷ്മം നോക്കിയാൽ ഓരോന്നും വ്യത്യാസമുണ്ട്. ഓരോ മാർബിളും വ്യത്യസ്തമാണ്. വെണ്ണക്കല്ലുകൊണ്ട് തീർത്തിരിക്കുന്നതാണ്. വളരെ ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നിടത്ത് നമ്മൾ നോക്കിയാൽ നമ്മളെ കാണാം. കാരണം ഷാജഹാൻ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച സ്മൃതി മന്ദിരം. ഞാൻ ഒരിക്കൽ 1-2 വട്ടം അത് കാണാനായിട്ട് പോയിട്ടുണ്ട്. ഒരിക്കൽ അവിടെ ചെന്ന് അറിയാതെ 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തു പോയി. അതിന്റെ മനോഹാരിത കണ്ടിട്ട് സ്തോത്രം ചെയ്യാൻ കാരണം, എടാ, ഷാജഹാൻ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി, അവന്റെ പ്രിയതമയ്ക്ക് വേണ്ടി നിർമ്മിച്ച കൊട്ടാരം ഈ ഭൂമിയിൽ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണെങ്കിൽ, ഹല്ലേലൂയ, യേശു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ സഭയ്ക്ക് വേണ്ടി അവൻ പണി കഴിപ്പിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല. വളരെ വർണ്ണമനോഹരമായ 12 രത്നങ്ങളാൽ ഖചിതമായ മനോഹരമായ ഒരു മന്ദിരം നമുക്ക് വേണ്ടി നമ്മുടെ പ്രാണപ്രിയൻ തീർക്കാതിരിക്കുമോ? പ്രൈസ് ദ ലോർഡ്. ഇപ്പോ ഏതായിരുന്നാലും നമ്മൾ ഒരു കാര്യം ഓർക്കണം, വളരെ ഭാഗ്യകരമായ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിറയണം. അതിനുള്ള എല്ലാ സാധ്യതകളും വഴിയും നമുക്കായി തുറന്നിരിക്കുന്നു. ഇപ്പൊ അതിന്റെ വീതി എന്ന് പറയുന്നത് സ്വച്ഛ സ്ഫടികത്തിനൊത്തതാണ്.
ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം നമ്മൾ ആ സ്വച്ഛ സ്ഫടിക തങ്ക വീതിയിലൂടെ കർത്താവിന്റെ കാന്തയായ മണവാട്ടിയായ നമ്മൾ അതിലൂടെ നടന്നു നീങ്ങുന്ന മനോഹരമായൊരു ദിവസം, ഒരു നോക്കിന് ഗതിയില്ലാതെ പുറംപറമ്പിൽ കിടന്ന നമ്മൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരുക്കിയിട്ടുള്ള ഇത്ര മനോഹരമായ പദവിയും സ്ഥാനവും അത് തള്ളിക്കളഞ്ഞിട്ടും മറുവഴിക്ക് പോകരുത്. അതാണ് ശൂലമി പറഞ്ഞത്, ശലോമോന്റെ പട്ടുമെത്തയേക്കാൾ എനിക്കിഷ്ടം എന്റെ ഇടയച്ചെറുക്കനോടുകൂടിയുള്ള പുൽമെത്തയാണ് എന്ന് പറയാൻ കാരണം അതാണ്. അത്രമാത്രം വെണ്മയും ചുവപ്പും കഷ്ടതയും ത്യാഗവും നിറഞ്ഞ കർത്താവിനോടുകൂടിയുള്ളൊരു ജീവിതമുണ്ടെങ്കിൽ സ്വൈര്യവും സ്വസ്ഥവുമായൊരു ദിവസം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ വേലയിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഞാൻ എന്തെന്നാ പറഞ്ഞത്? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ വേലയിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് മന്ദിരം അതിലില്ല, കണ്ടില്ല എന്നാണ് 21:22 പറയുന്നത്. മന്ദിരം അതിൽ കണ്ടില്ല. ഇവിടെ മന്ദിരം എന്ന് പറയുന്നത് ദൈവാലയത്തെ ഉദ്ദേശിച്ചാണ്. യെരുശലേമിലും സഹസ്രാബ്ദ ഭൂമിയിലും ദൈവാലയം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ യെരുശലേമിൽ ദൈവാലയം ഉണ്ടായിരിക്കുകയില്ല. പുതിയ യെരുശലേമിൽ ദൈവാലയം ഉണ്ടായിരിക്കുകയില്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധന്മാരായി തീർന്ന സഭയുടെ മധ്യേ ദൈവം സിംഹാസനസ്ഥനായി സ്ഥിതി ചെയ്യുന്നതിനാൽ വേറെ മന്ദിരത്തിന്റെ ആവശ്യമില്ല. അവൻ നമ്മുടെ മധ്യേ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവന് ചുറ്റുമുണ്ട്. അവന്റെ സന്നിധിയാണല്ലോ, അവന്റെ സാന്നിധ്യമാണല്ലോ, അവൻ വസിക്കുന്നിടമാണല്ലോ അത്. ആകയാൽ അവൻ ഇരിക്കുന്നിടത്ത് അത് ആലയമാണ്, അവന്റെ സിംഹാസന സ്ഥാനം ഉള്ളതിനാൽ വേറെ മന്ദിരം ഇല്ല. അതുകൊണ്ടാണ് അവിടെ കണ്ടില്ല എന്ന് പറയാൻ കാരണം. 21:23 വാക്യം അവിടെ പറയുന്നത് സൂര്യനും ചന്ദ്രനും ആവശ്യമില്ലാത്ത നഗരം എന്നാണ്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്ക് ആകുന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. കർത്താവ് ഇരിക്കുന്നിടം മുഴുവൻ പ്രഭാഭേരിയാണ്. കറണ്ടും വേണ്ട, പവർ കട്ടും വേണ്ട, സോളാറും വേണ്ട, ഒരാറും വേണ്ട. നമ്മുടെ കർത്താവ് ഉള്ളിടത്ത് എന്തുണ്ട്? പ്രകാശമുണ്ട്. കർത്താവ് ഉള്ളിടത്ത് പ്രകാശമുണ്ട്. കർത്താവ് ഉള്ളവരും പ്രകാശമുണ്ട്. കർത്താവ് ഒരുവന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ അവനും പ്രകാശമുണ്ട്. അവനിൽ അന്ധകാരമില്ല. അവനിൽ അന്ധകാരമില്ല. ഓക്കെ, 21:24 വാക്യം നിങ്ങൾ നോക്കൂ. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ചില ഭാഷാന്തരങ്ങളില് രക്ഷിക്കപ്പെട്ട ജാതികൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് ജാതികളുടെ വേർതിരിവ് ആരംഭിക്കുന്നത്. നമ്മൾ ഇപ്പോഴും ഇരുന്നുകൊണ്ട് നമ്മൾ ജാതിയ നമ്മൾ സഭയാണ്. നമ്മൾ സഭയാണ്. വേദപുസ്തകത്തിൽ 3 സാമൂഹ്യ വിഭാഗങ്ങളെ ഉള്ളൂ. ഒന്ന് യഹൂദൻ, 2
ജാതികൾ. 3 സഭ. നമ്മൾ സഭയാണ്. ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ സഭയാണ്, മരിച്ചാലും നമ്മൾ സഭയിലാണ്. സമുദായത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയിലെ അംഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ജാതികളെ കാണുന്നത് കർത്താവിനോടുകൂടെ, കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ അവനോടുകൂടി എടുക്കപ്പെടുന്ന കാലം വരെ ജാതികൾ സഭയോട് ചേരുന്നു, യഹൂദന്മാർ സഭയോട് ചേരുന്നു. അത് സഭയാണ്. എന്നാൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷം മഹാപീഡനകാലം നടക്കുമ്പോൾ യഹൂദന്മാരെ സഹായിക്കുന്ന ജാതികളെ അതിൽ നിന്ന് വേർതിരിക്കുന്നു. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ ഈ ചെറിയവർക്ക് വേണ്ടി ചെയ്തിടത്തോളം എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു. നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ പറയുന്ന ചെമ്മരിയാടുകളാണ് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വന്ന ജാതികൾ. ആ ജാതികൾ വർദ്ധിച്ചു പെരുകി സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം കർത്താവിന്റെ ഭൂമിയുടെ അഗ്നിശോധനയെങ്കിൽ വെള്ളസിംഹാസനത്തിൽ അവർ കാണപ്പെടുമ്പോ അവരും ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ജാതികൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്ന നവയെരുശലേമിൽ 3 വിഭാഗക്കാരുണ്ട്. ജാതികൾ, യഹൂദന്മാർ, സഭ. ജാതികൾ അവന്റെ വെളിച്ചത്തിൽ നടക്കും. സഹസ്രാബ്ദ കാലത്ത് രക്ഷിക്കപ്പെട്ട് പുതിയ ഭൂമിയിലേക്ക് മാറ്റപ്പെടുന്ന ജാതികളാണ് ഇവർ. മത്തായിയുടെ സുവിശേഷം 25-ന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യം. 25-ന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യം. സകല ജാതികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ചെമ്മരിയാടുകളായ നീതിമാന്മാർ ആണ് ഈ ഗണത്തിൽ പെടുന്നത്. അപ്പോ നവയെരുശലേമിനെ കുറിച്ചുള്ള പൊതുവായൊരു ചിത്രം ഞാൻ നിങ്ങൾക്ക് തന്നാൽ, വീതികളിൽ ജാതികൾ, ഗോപുരങ്ങളിൽ യഹൂദന്മാർ, അന്തഃപുരത്തിൽ സഭ. ഇതാണ് അതിന്റെ ക്രമം. ഹല്ലേലൂയ. എവിടെയാണ് സഭയുടെ സ്ഥാനം? ആ മഹാമന്ദിരത്തിന്റെ അന്തഃപുരത്തിൽ നമ്മുടെ രാജകുമാരനോട് കൂടെ, നമ്മുടെ അരിമ മണവാളനോട് കൂടെ നമ്മൾ അന്തഃപുരത്തിൽ. ഹല്ലേലൂയ. ജാതികൾക്കും യഹൂദന്മാർക്കും സഭയ്ക്കും കർത്താവ് രക്ഷ കൊടുത്തു. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തു പോയതിന്റെ ഒരു സമാപന ശുശ്രൂഷയിലേക്ക് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ ലോകത്ത് ജനിച്ചു വളർന്ന് ജീവിച്ച് മരിച്ചു പോയ മാനവരാശിയിൽ 3 ഗണങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 ഗണങ്ങളെ അതോടെ രക്ഷിച്ച്, വചനത്താൽ രക്ഷിച്ച്, ക്രിസ്തുവിനാൽ രക്ഷിച്ച്, വീണ്ടെടുത്ത് ഈ സ്വർഗീയ യെരുശലേമിലെ പങ്കാളികളാക്കി മാറ്റി. ഇതാണ് നവ യെരുശലേം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, ഇനി ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. കർത്താവേ, നിന്റെ മക്കളെ നീ മറക്കരുതേ. എല്ലാവരെയും നിന്റെ അദൃശ്യമായ സാന്നിധ്യവും ദൈവകൃപയും നൽകി ഇവിടുന്ന് മാനിക്കണമേ നിന്നോട് പ്രാർത്ഥിക്കും. വചനത്തിന്റെ പരിജ്ഞാനത്തിൽ ഞങ്ങൾ വളർത്തണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആ